ഈ ട്രിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ടോപ്പിക്സാണ്. ദ്രൗപദി മുർമു ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി നേടിയത് ദ്രൗപദി മുർമുവാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PR ശ്രീജേഷ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായി. 2024 പാരീസ് ഒളിമ്പിക്സോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാണ് PR ശ്രീജേഷ്. നെക്സ്റ്റ് വൺ, പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ ദേശീയ പതാകയേന്തി നയിക്കുന്നത് PR ശ്രീജേഷ് ആൻഡ് മനു ഭാക്കർ. അടുത്ത ചോദ്യം, പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സായി കുറയ്ക്കാൻ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്ന രാജ്യം. ഇറാഖാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. അടുത്തത്, 2024 ഓഗസ്റ്റ് 8 അന്തരിച്ച മുൻ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ബുദ്ധദേവ് ഭട്ടാചാര്യ. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ PT ബാബുരാജ്. അടുത്തത്, അർബൻ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരങ്ങൾ. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. ഈ 6 നഗരങ്ങളിലാണ് വരുന്നത്. അടുത്ത ചോദ്യം ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു എന്നാണ്. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ P. വീരമുത്തുവേൽ. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് ജർമ്മനിയിലാണ്. ലോകത്തിൽ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് ജർമ്മനിയിലാണ്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ല പാലക്കാട്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. അടുത്ത ചോദ്യം, പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലം. തോന്നയ്ക്കൽ. പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലം തോന്നയ്ക്കലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയ സാംസ്കാരിക സ്ഥാപനം. കേരള സംഗീത നാടക അക്കാദമി. ISRO തയ്യാറാക്കിയ മണ്ണിടിച്ചിൽ ഭൂപടത്തിൽ 1ാം സ്ഥാനം നേടിയ പ്രദേശം. രുദ്രപ്രയാഗ്. ISRO തയ്യാറാക്കിയ മണ്ണിടിച്ചിൽ ഭൂപടത്തിൽ 1ാം സ്ഥാനം ഏതു പ്രദേശത്തിനാണ്? രുദ്രപ്രയാഗാണ് ഉത്തരാഞ്ചൽ. അടുത്ത ക്വസ്റ്റ്യൻ, UPSCയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് പ്രീതി സുദൻ. UPSCയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് പ്രീതി സുദൻ. Thank you for watching and subscribe for more videos.